യുവഭാരത് ഹെൽത്ത് പോളിസി. പേര് പോലെ തന്നെ യുവാക്കൾക്ക് വേണ്ടി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ ഏറ്റവും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ന്യൂ ഇന്ത്യയുടെ യുവഭാരത് ഹെൽത്ത് പോളിസി. 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് നമുക്ക് ഈ പോളിസി കൊടുക്കാവുന്നത്. അത് ഇൻഡിവിജ്വൽ ബേസിസിലും കൊടുക്കാം, അതുപോലെ തന്നെ ഫ്ലോട്ടർ ബേസിസിലും നമുക്ക് ഈ പോളിസി കൊടുക്കാൻ പറ്റും. അവർക്ക് നമ്മുടെ ഫാമിലീനെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ സെൽഫ്, സ്പൗസ്, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, അങ്ങനെ മൊത്തം നമുക്ക് 6 പേരെയാണ് കവർ ചെയ്യാൻ പറ്റുന്നത്. അതായത് സെൽഫും സ്പൗസും പിന്നെ 4 കുട്ടികളും, അങ്ങനെ 6 പേരെയാണ് നമുക്ക് മാക്സിമം ഈ പോളിസിയിൽ കവർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പോളിസിയിൽ സം ഇൻഷുർഡ് ഓപ്ഷൻസ് ഉള്ളത് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, ഇതൊക്കെയാണ് ഈ പോളിസിയിൽ സം ഇൻഷുർഡ് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. പിന്നെ ബാക്കി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് ഈ പോളിസിയിൽ കവറേജസ് ഉള്ളത് 3 പ്ലാൻസ് ആയിട്ടാണ്. ബേസിക് പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് പ്ലാൻ ഉണ്ട്, പ്ലാറ്റിനം പ്ലാൻ ഉണ്ട്. ബേസിക് പ്ലാനിൽ 14 കവറേജസ് ആണ് പറയുന്നത്. ഗോൾഡ് പ്ലാൻ വരുമ്പം ബേസിക് പ്ലാനിലെ കവറേജസും പ്ലസ് അഡീഷണൽ ആയിട്ട് 4 കവറേജസും കൂടി ഉണ്ടാവും. പ്ലാറ്റിനം പ്ലാൻ ആവുമ്പം ഗോൾഡ് പ്ലാനിൽ ബേസിക്കിൽ 14 കവറേജസും ഗോൾഡിലെ 4 കവറേജസും പ്ലാറ്റിനത്തിൽ അഡീഷണൽ ആയിട്ട് 4 കവറേജസും കൂടെ ഉണ്ടായിരിക്കും. അപ്പം നമുക്കിനി കവറേജസ് നോക്കാം. ബേസിക് പ്ലാനിൽ 14 കവറേജസ് ഉണ്ട്. ഫസ്റ്റ് കവറേജ് എല്ലാ മെഡിക്ലെയിം പോളിസിയിലും ഉള്ള പോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റൂം റെൻറ്റ് കിട്ടും, ഇൻക്ലൂഡിങ് നഴ്സിംഗ് ചാർജസ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം ഇൻഷേർഡിൻ്റെ ബേസിസിലാണ്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം സം ഇൻഷേർഡ് ഉള്ളവർക്ക് ആ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിലാണോ ട്രീറ്റ്മെൻറ്റ് എടുക്കണേ അവിടുത്തെ സിംഗിൾ AC റൂം, അത് എത്ര രൂപയുടെ ആണെന്ന് പറയുന്നില്ല. ചില ഹോസ്പിറ്റലിൽ സിംഗിൾ AC റൂം 4000 ആയിരിക്കും, ചില ഹോസ്പിറ്റലിൽ 7000 ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ. പിന്നെ 25 lakhs, 50 lakhs സം ഇൻഷേർഡ് ഉള്ളവർക്ക് ഡീലക്സ് AC റൂം അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ICU ഫുള്ള് കിട്ടും. ഇപ്പോൾ ഈ സിംഗിൾ AC റൂം, ഡീലക്സ് AC റൂം എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നോർമലി നമ്മുടെ പോളിസികളിൽ ഉണ്ടാവും അല്ലേ. അപ്പം ഇപ്പോൾ ഒരു 5 lakh, 10 lakh, 15 lakh സം ഇൻഷേർഡ് ഉള്ള ഒരാൾ സിംഗിൾ AC റൂമിന് പകരം ഹോസ്പിറ്റൽസിൽ പല റൂംസ് ഉണ്ടല്ലേ, ഡീലക്സ് AC ഉണ്ടാവാം, സ്യൂട്ട് റൂം ഉണ്ടാവാം, പ്രസിഡൻഷ്യൽ സ്യൂട്ട് വരെ ഹോസ്പിറ്റൽസിലുണ്ട്. അപ്പം സിംഗിൾ AC റൂമിന് മുകളിലുള്ളൊരു കാറ്റഗറി ഉള്ളൊരു റൂം അവൈൽ ചെയ്യുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണോ ചാർജസിൽ ഡിഫറൻസ് ഉള്ളത് അതുപോലെ പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ 5, 10, 15 lakhs വരെയുള്ളവർക്ക് സിംഗിൾ AC റൂം അവൈൽ ചെയ്യാം. 25, 50 lakhs സം ഇൻഷേർഡ് ഉള്ളവർക്ക് ഡീലക്സ് AC റൂം അവൈൽ ചെയ്യാം. ICU ഫുള്ളായിട്ട് തന്നെ ലഭിക്കും. പിന്നെ അസോസിയേറ്റ് ആയിട്ടുള്ള മെഡിക്കൽ എക്സ്പെൻസസ്, അതായത് നമുക്ക് കൺസൾട്ടേഷൻ ചാർജസ് ഉണ്ടായിരിക്കാം, സർജറി ഉണ്ടെങ്കിൽ സർജറിൻ്റെ ഫീസ് ഉണ്ടാവാം, ഓപ്പറേഷൻ തിയേറ്റർ ചാർജസ്, പ്രൊസീജിയർ ചാർജസ്, ഇതെല്ലാം നമ്മുടെ പോളിസിയിൽ പേയബിൾ ആണ്. ഫാർമസിയിലെ ചാർജസും നമ്മുടെ പോളിസിയിൽ പേയബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസം വരെ ഈ പോളിസിയിൽ ലഭിക്കും. നോർമലി പോളിസിയിൽ 30 ദിവസമാണ് കിട്ടുക. നമ്മുടെ യുവഭാരത് പോളിസിയിൽ 60 ദിവസം വരെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കിട്ടും. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അതുപോലെ തന്നെ 90 days കിട്ടും. സാധാരണ പോളിസിയിൽ 60 ദിവസമേ ഉണ്ടാവുള്ളൂ, പക്ഷേ നമ്മുടെ യുവഭാരത് പോളിസിയിൽ 90 days വരെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും കവേർഡാണ്. പിന്നെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് നോർമലി പോളിസിയിലുള്ള പോലെ ഒരു ആക്സിഡൻറ്റ് കാരണം ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഇൽനെസ് കാരണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനസ്തേഷ്യൊക്കെ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ ഇൻപേഷ്യൻ്റ് ആയിട്ട് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്ന കേസിൽ ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് ഉണ്ട്. അത് അതും പോളിസിയിൽ കവേർഡാണ്. അപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് നമ്മൾ പറഞ്ഞ പോലെ റൂം റെൻറ്റ് 5, 10, 15 lakhsന് സിംഗിൾ AC, 25, 50 lakhsന് ഡീലക്സ്, ICU ഫുള്ളായിട്ട് കിട്ടും. അടുത്തതാണ് മെഡിക്കൽ എക്സ്പെൻസസ് ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അതായത് അവയവ മാറ്റി വെക്കണ കാര്യങ്ങളൊക്കെ വരുന്ന കേസിൽ നമ്മുടെ പോളിസിയിൽ കവറേജ് ഉണ്ട്. അതായത് ഡോണർക്ക് അവയവം തരുന്ന ആളുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കൂടെ നമ്മുടെ പോളിസിയിൽ കവർ ചെയ്യും.
ഈ അവയവത്തിൻ്റെ പൈസ, അതായത് ഇപ്പോൾ നമ്മളൊരു അവയവം സ്വീകരിക്കുകയാണെങ്കിൽ അതിന് പൈസ കൊടുക്കണം അല്ലേ, അതിൻ്റെ പൈസയും പിന്നെ ഈ ഡോണറിൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും കവേർഡ് അല്ല. പക്ഷെ ആ അവയവദാനത്തിൻ്റെ സമയത്ത് അയാൾ അഡ്മിറ്റായിട്ട് അയാളുടെ അത് റിമൂവ് ചെയ്യണ ആ ഒരു ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, അയാൾ ഡിസ്ചാർജ് ആവണ വരെയുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും നമ്മുടെ പോളിസിയിൽ കവേർഡാണ്. അടുത്തത് ഹോസ്പിറ്റൽ ക്യാഷ്. അതായത് ഇൻഷുറൻസ് കവറേജിൽ പെടാത്ത ഒരുപാട് എക്സ്പെൻസസും നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ബൈസ്റ്റാൻഡറിൻ്റെ ഫുഡ്, ഇതൊക്കെ എക്സ്ട്രാ എക്സ്പെൻസസ് ആണ്. അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളിസിയിൽ ഒരു ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മാക്സിമം 5 ദിവസം വരെയാണ് കൊടുക്കുക. അപ്പോൾ 5, 10, 15 ലക്ഷം സം ഇൻഷുർഡ് എടുക്കുന്നവർക്ക് ഒരു ദിവസം 500 രൂപ വെച്ചിട്ടും, 25 ലക്ഷം സം ഇൻഷുർഡ് ഉള്ളവർക്ക് 750 രൂപ വെച്ചിട്ടും, 50 ലക്ഷം സം ഇൻഷുർഡ് ഉള്ള ആൾക്ക് 1000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 4ാമത്തെ കവറേജ് റോഡ് ആംബുലൻസ് ചാർജസ്. അതായത് ഒരു രോഗീനെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആംബുലൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ സമയത്ത് ഡോക്ടർ പറയാണ് ഇങ്ങനെ കാറിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ആംബുലൻസിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ആ എക്സ്പെൻസസും കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ചാർജസും നമ്മുടെ പോളിസിയിൽ കൊടുക്കും. അത് ഏതെങ്കിലും ഒരു ഇൽനെസ്സിന്, ഒരു അസുഖത്തിന് 5, 10, 15 ലക്ഷം സം ഇൻഷുർഡ് ഉള്ളവർക്ക് മാക്സിമം 5000 രൂപയും, 25 ലക്ഷം സം ഇൻഷുർഡ് ഉള്ളവർക്ക് 7500 രൂപയും, 50 ലക്ഷം സം ഇൻഷുർഡ് ഉള്ളവർക്ക് മാക്സിമം 10000 രൂപ വരെയാണ് നമ്മുടെ പോളിസിയിൽ കവറേജ് ആയിട്ടുള്ളത്. 5ാമത്തെ കവറേജ് ട്രീറ്റ്മെൻറ്റ് ഫോർ കഞ്ചനൈറ്റൽ ഡിസീസസ്. കഞ്ചനൈറ്റൽ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജന്മനാ ഉള്ള ഡിഫക്ട്സ് ആണ്, ബേർത്ത് ഡിഫക്ട്സിനെയാണ് നമ്മൾ കഞ്ചനൈറ്റൽ ഡിസീസസ് എന്ന് പറയുക. അത് ഇൻറ്റേർണലായിട്ട് ഉണ്ടാവാം, എക്സ്റ്റേർണലായിട്ട് ഉണ്ടാവാം. ഇൻറ്റേർണലായിട്ട് ഉണ്ടാവാന്ന് പറഞ്ഞാൽ അകത്തുള്ളതാണ്, അപ്പോൾ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ചെറിയ കുട്ടികൾ ഹാർട്ടിന് പ്രശ്നമായിട്ട് ജനിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ഇൻറ്റേർണൽ കഞ്ചനൈറ്റൽ ഡിസീസസ്. എക്സ്റ്റേർണൽ കഞ്ചനൈറ്റൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് കേട്ടിട്ടില്ലേ, മുച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ക്ലെഫ്റ്റ് ക്ലിപ്പ് എന്നൊക്കെ പറയും, ആ ക്ലെഫ്റ്റ് ക്ലിപ്പ് എന്ന് പറയും. അപ്പം അതിനൊക്കെ ആണ് എക്സ്റ്റേർണൽ കഞ്ചനൈറ്റൽ ഡിസീസസ് എന്ന് പറയുക. അപ്പോൾ ഈ കഞ്ചനൈറ്റൽ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനും നമ്മുടെ പോളിസിയിൽ കവറേജ് ഉണ്ട്. ഈ ഇൻറ്റേർണൽ കഞ്ചനൈറ്റൽ ഡിസീസസ് അത് ജനിച്ചപ്പോഴേ ഉണ്ട്, പക്ഷെ പോളിസി എടുക്കുമ്പോൾ കസ്റ്റമർക്ക് അതിനെപ്പറ്റി അറിയില്ല, കാരണം ഉള്ളിലുള്ളതാണല്ലേ. ചിലപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഹാർട്ടിന് ഇതുണ്ട് എന്നൊക്കെ പിന്നീടാണ് അറിയുന്നുണ്ടാവുക. അപ്പം ഇത് അപ് ടു ഫുൾ സം ഇൻഷുർഡ് നമ്മുടെ പോളിസിയിൽ കവേർഡാണ്. പക്ഷെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, 1 year വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. എക്സ്റ്റേർണൽ കഞ്ചനൈറ്റൽ ഡിസീസസ് പറഞ്ഞാൽ ഓൾറെഡി അറിയാം, 2 years വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 10% ഓഫ് സം ഇൻഷുർഡ് വരെയാണ് എക്സ്റ്റേർണൽ കഞ്ചനൈറ്റൽ ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് പോളിസിയിൽ. ഇനി 6ാമത്തെ കവറേജാണ് കാറ്ററാക്ട്. കാറ്ററാക്ട് നിങ്ങൾക്കറിയാം, തിമിരം, അതിപ്പോൾ കോമൺ ആണ്. ഒരു ഏജ് ആയിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും നമുക്ക് സർജറി വേണ്ടി വരുന്ന ഒരു കേസാണ്. നമ്മുടെ പോളിസിയിൽ ഓരോ ഇൻഷുർഡിനും ഒരു കണ്ണിന് 5, 10, 15 ലക്ഷം സം ഇൻഷുർഡ് ഉള്ളവർക്ക് മാക്സിമം 50000 വരെയും, 25 ലക്ഷം സം ഇൻഷുർഡ് ഉള്ളവർക്ക് മാക്സിമം 75000 രൂപ വരെയും, 50 ലക്ഷം സം ഇൻഷുർഡ് ഉള്ളവർക്ക് മാക്സിമം 1 ലക്ഷം രൂപ വരെയും കവറേജ് ഉണ്ടായിരിക്കും. 7ാമത്തെ കവറേജാണ് കവറേജ് ഫോർ ഹസാർഡസ് സ്പോർട്സ്. നമ്മുടെ പോളിസിയിൽ കുറച്ച് ഹസാർഡസ് സ്പോർട്സിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. അതായത് ബങ്കി ജമ്പിങ്, ഹോഴ്സ് ബാക്ക് റൈഡിങ്, മാർഷൽ ആർട്സ്, സ്കൂബ ഡൈവിങ്, സ്കൈ ഡൈവിങ്, ട്രെക്കിംഗ്, സിപ്പ് ലൈനിങ്, അങ്ങനെ കുറച്ച് ഹസാർഡസ് സ്പോർട്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഏർപ്പെട്ടിട്ട് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഹസാർഡസ് സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒക്കെ വന്ന് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരികയാണെങ്കിൽ നോർമലി മെഡിക്ലെയിം പോളിസീസിൽ അത് കവേർഡ് അല്ല. പക്ഷെ നമ്മുടെ യുവഭാരത് പോളിസിയിൽ ഇത് കവേർഡാണ്. 5, 10, 15 ലക്ഷം വരെ സം ഇൻഷുർഡിന് 10% ഓഫ് സം ഇൻഷുർഡ് മാക്സിമം 1 lakhും, 25 lakh സം ഇൻഷുർഡ് ഉള്ള ആൾക്ക് മാക്സിമം 1,50,000ഉം, 50 lakh സം ഇൻഷുർഡ് ഉള്ള ആൾക്ക് മാക്സിമം 2 lakhs വരെ നമ്മുടെ പോളിസിയിൽ കവറേജ് ഉണ്ട്. ഇനി 8ാമത്തെയാണ് സ്പെസിഫിക് കവറേജസ്. അതായത് ചില കാര്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പോളിസിയിൽ കവറേജ് കൊടുത്തിട്ടുണ്ട്.
ആർട്ടിഫിഷ്യൽ ലൈഫ് മെയിൻ്റനൻസ്, അതായത് ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ഒരാൾക്ക് ആർട്ടിഫിഷ്യൽ ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നത്, അതൊക്കെ നമ്മുടെ പോളിസിയിൽ കവേർഡാണ്. അപ് ടു 25% ഓഫ് സം ഇൻഷുർഡ് കവേർഡാണ്. പിന്നെ പ്യൂബേർട്ടി ആൻഡ് മെനോപോസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ഈ മെനോപോസ് റിലേറ്റഡ് ഡിസോർഡേഴ്സൊക്കെ ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് 1 year വെയിറ്റിംഗ് പീരീഡ് വിത്ത് 25% ഓഫ് സം ഇൻഷുർഡ് വരെ കവേർഡാണ്. ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ, ഈ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ ARMD എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരു ഏജ് ആകുമ്പം കണ്ണിന് വരുന്ന ഒരു പ്രശ്നമാണ്. ഇത് നോർമലി എക്സ്ക്ലൂഷനാണ് പോളിസിയിൽ. നമ്മുടെ യുവഭാരത് പോളിസിയിൽ ഇതിന് ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസ് ആണ് നോർമലി എടുക്കുക. നമ്മുടെ യുവഭാരത് പോളിസിയിൽ ഇപ്പോൾ 24 months വെയിറ്റിംഗ് പീരീഡ്, 20% ഓഫ് സം ഇൻഷുർഡ് വരെ നമ്മുടെ പോളിസിയിൽ ഇതിന് കവറേജ് ഉണ്ട്. അടുത്തതാണ് ജനറ്റിക് ഡിസീസസ്. ജനറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് 24 months വെയിറ്റിംഗ് പീരീഡോട് കൂടെ 25% ഓഫ് സം ഇൻഷുർഡ് വരെ കവേർഡാണ്. അതുപോലെ തന്നെ മെൻ്റൽ ഇൽനെസ്സും 24 months വെയിറ്റിംഗ് പീരീഡോട് കൂടെ 25% ഓഫ് സം ഇൻഷുർഡിൽ കവേർഡാണ്. ഇനി 9th കവറേജാണ് കവറേജ് ഫോർ മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് ഓർ പ്രൊസീജിയേഴ്സ്. അതായത് 12 മോഡേൺ ട്രീറ്റ്മെൻറ്റ്സിന് കവറേജാണ് നമ്മുടെ പോളിസിയിൽ പറയുന്നത്. അത് ഇൻപേഷ്യൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡേ കെയർ ട്രീറ്റ്മെൻ്റ് ആയിട്ടോ എടുക്കാം. അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പം അതിന് നമ്മുടെ പോളിസിയിൽ സബ്ലിമിറ്റ്സോട് കൂടെ കവറേജ് ഉണ്ട്. 12 ട്രീറ്റ്മെൻറ്റ്സ് പറയുന്നത് യൂട്രിൻ ആർട്ടറി എംബലൈസേഷൻ, അത് ഫൈബ്രോയിഡിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ബലൂൺ സൈനോപ്ലാസ്റ്റി സൈനസൈറ്റിസിന് വേണ്ടിയിട്ടുള്ളത്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, അത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓറൽ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇതൊക്കെ ഇപ്പോൾ ക്യാൻസറിനും ഒരുപാട് അസുഖങ്ങൾക്കും ഈ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കുന്നതാണ്. ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻ കണ്ണിന് വേണ്ടിയിട്ടുള്ളത്. റോബോട്ടിക് സർജറീസ് ഇപ്പോൾ കോമൺ ആണ്. റോബോട്ടിക് സർജറീസ്, റേഡിയോ സർജറീസ്. ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി, ഇത് ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡേൺ ഇതാണ്. വേപ്പറൈസേഷൻ ഓഫ് പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ളത്. ഇൻട്രാ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിങ്, ഇത് സർജറിയുടെ സമയത്ത് രോഗീനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. സ്റ്റെം സെൽ തെറാപ്പി വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ പോളിസിയിൽ കവറേജസ് ഉണ്ട് വിത്ത് സബ്ലിമിറ്റ്സ്. 10th കവറേജാണ് കോസ്റ്റ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അതായത് ഒരു 2 ക്ലെയിം ഫ്രീ ഇയേഴ്സിന് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തുമ്പം അതിന് നമ്മൾ പൈസ കൊടുക്കും. അതൊരു ക്ലെയിമായിട്ടൊന്നും ട്രീറ്റ് ചെയ്യില്ല. 5, 10, 15 lakhs സം ഇൻഷുർഡിന് മാക്സിമം 3,500 rupees ഓരോരുത്തർക്കും. ഇൻഡിവിജ്വൽ ബേസിസിൽ പോളിസി ആണെങ്കിൽ ഓരോരുത്തർക്കും 3,500 rupees വെച്ചിട്ട് കിട്ടും. ഫ്ലോട്ടർ ആണെങ്കിൽ എല്ലാവർക്കും കൂടെ 3,500 കിട്ടും. 25 lakhs സം ഇൻഷുർഡിന് മാക്സിമം 5,000, 50 lakhs സം ഇൻഷുർഡിന് മാക്സിമം 7,000. ഇനി 11th കവറേജാണ് മെഡിക്കൽ സെക്കൻഡ് ഒപ്പീനിയൻ. അതായത് ക്രിട്ടിക്കൽ ഇൽനെസ്സസ് ഉണ്ട്. അത് നമ്മുടെ പോളിസിയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കുറച്ച് ക്രിട്ടിക്കൽ ഇൽനെസ്സസ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് വരുമ്പം അതുമായി റിലേറ്റഡ് ആയിട്ട് ചിലപ്പം സർജറി ആവശ്യം വരും. അപ്പം ആ സർജറി വരുന്ന കേസിൽ മിക്കതും നമ്മളിപ്പോൾ എന്താണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും അല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുമ്പോൾ എന്താണ് വീണ്ടും കൺസൾട്ടേഷൻ, വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണുമ്പം അയാൾക്ക് കൺസൾട്ടേഷൻ ഫീസൊക്കെ പേ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കൺസൾട്ടേഷൻ ഫീസും മെഡിക്കൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണേൻ്റെ കൺസൾട്ടേഷൻ ഫീസും നമ്മുടെ പോളിസിയിൽ കവർ ചെയ്യും. 5, 10, 15 lakhsന് മാക്സിമം 5,000 rupees വരെയും, 25 lakhs സം ഇൻഷുർഡിന് മാക്സിമം 7,500 വരെയും, 50 lakhs സം ഇൻഷുർഡിന് മാക്സിമം 10,000 വരെയാണ് കവറേജ് കൊടുക്കുന്നത്. അടുത്തതാണ് 12th കവറേജാണ് റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സം ഇൻഷുർഡ്. ഈ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സം ഇൻഷുർഡ് എന്ന് പറയുന്ന കവറേജ് ഇൻഡിവിജ്വൽ ബേസിസിൽ പോളിസി എടുക്കുന്നവർക്ക് മാത്രമാണ് അവൈലബിൾ. നമ്മൾ പറഞ്ഞല്ലേ ഈ പോളിസി ഇൻഡിവിജ്വൽ ബേസിസിലും കൊടുക്കാം, ഫ്ലോട്ടർ ബേസിസിലും കൊടുക്കാം എന്ന് പറഞ്ഞു. ഇൻഡിവിജ്വൽ ബേസിസിൽ പോളിസി എടുക്കുന്നവർക്ക് മാത്രമാണ് ഈ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സം ഇൻഷുർഡ് എന്ന് പറയുന്ന കവറേജ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് നമ്മൾ ഒരു ഇൽനെസ്സോ ഒരു ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ സം ഇൻഷുർഡ് എക്സോസ്റ്റഡ് ആയിപ്പോയി. 5 ലക്ഷം സം ഇൻഷുർഡ് ഉണ്ടായിരുന്നു. അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ 5 ലക്ഷവും എക്സോസ്റ്റഡ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വേറൊരു അസുഖം വന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ 5 ലക്ഷം വീണ്ടും തിരിച്ച്
വരികയാണ്, യു ക്യാൻ റീയൂസ് ഇറ്റ്. അപ്പം ഒരാളുടെ സം ഇൻഷുർഡും തീർന്നു, ക്യുമുലേറ്റീവ് ബോണസും തീർന്നു, വേറൊരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരികയാണ് ആ പോളിസി പീരീഡിൽ. അപ്പം ഈ സം ഇൻഷുർഡ് റീഇൻസ്റ്റേറ്റ് ചെയ്യും. പക്ഷേ ഈ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സം ഇൻഷുർഡ് നമുക്ക് മോഡേൺ ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി 13ാമത്തെ കവറേജാണ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ആയുർവേദിക്, ഹോമിയോപ്പതി, യുനാനി. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾക്കറിയാം, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. അങ്ങനെയുള്ള കേസിൽ ഫുൾ സം ഇൻഷുർഡ് അവൈലബിൾ ആണ്. ഇൻപേഷ്യൻ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇനി 14ാമത്തെയാണ് ന്യൂ ബോൺ ബേബി കവറേജ്. ന്യൂ ബോൺ ബേബി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പോളിസിയിൽ കവേർഡ് ആയിട്ടുള്ള അമ്മയ്ക്ക് പോളിസി പീരീഡിൽ ഒരു കുഞ്ഞുണ്ടാവുന്നതിനെയാണ് ന്യൂ ബോൺ ബേബി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ടിട്ട് ആ പോളിസിയുടെ എക്സ്പയറി വരെ കുഞ്ഞിനുണ്ടാവുന്ന ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ പോളിസിയിൽ കവേർഡാണ്. ആരുടെ സം ഇൻഷുർഡിൽ? അമ്മേൻ്റെ സം ഇൻഷുർഡിൽ പോളിസിയിൽ കവേർഡാണ്. അപ്പം ഈ ന്യൂ ബോൺ ബേബി കവറേജ് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് 24 months കണ്ടിന്യൂസ് കവറേജ് നമ്മുടെ പോളിസിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ന്യൂ ബോൺ ബേബി കവറേജ് കിട്ടുള്ളൂ. പിന്നെ ഈ ന്യൂ ബോൺ ബേബി കവറേജിൽ ഒരു എക്സ്ക്ലൂഷൻ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പോസ്റ്റ്നേറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളർ ഉണ്ടായിട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതൊക്കെ പോസ്റ്റ്നേറ്റൽ കെയർ എന്നാണ് പറയുക. അതൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ പ്രീമെച്വറായിട്ട് കുട്ടി ഉണ്ടായിട്ട് അല്ലെങ്കിൽ പ്രീ ടേം ആയിട്ട് കുട്ടി ഉണ്ടായിട്ട് ഉണ്ടാവുന്ന എക്സ്പെൻസസും നമ്മുടെ പോളിസിയിൽ കവേർഡ് അല്ല. അല്ലാതെയുള്ള ന്യൂ ബോൺ ബേബി കവറേജാണ് നമ്മുടെ പോളിസിയിൽ കൊടുക്കുന്നത്. അപ്പം ഈ 14 കവറേജസാണ് നമ്മുടെ പോളിസിയിൽ ബേസിക് പ്ലാനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടുള്ളത്, ഹോസ്പിറ്റൽ ക്യാഷ്, റോഡ് ആംബുലൻസ് ചാർജസ്, കഞ്ചനൈറ്റൽ ഡിസീസസിന് വേണ്ടിയിട്ടുള്ള കവറേജ്, കാറ്ററാക്റ്റിന് വേണ്ടിയിട്ടുള്ളത്, ഹസാർഡസ് സ്പോർട്സ് വഴി ഉണ്ടാകുന്ന ഇഞ്ചുറിക്ക്, പിന്നെ കുറച്ച് സ്പെസിഫിക് കവറേജസ് പറഞ്ഞു. പിന്നെ മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ്, പ്രൊസീജിയേഴ്സ്, ഹെൽത്ത് ചെക്കപ്പിൻ്റെ കോസ്റ്റ്, സെക്കൻഡ് ഒപ്പീനിയൻ, മെഡിക്കൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിൻ്റെ കോസ്റ്റ്, റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സം ഇൻഷുർഡ്, ആയുർവേദിക്, ഹോമിയോപ്പതി, യുനാനി ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കവറേജ്, അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബി കവറേജ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബേസ് പ്ലാനിൽ കവേർഡാണ്. അടുത്തതാണ് എന്ത്? ഗോൾഡ് പ്ലാൻ. ബേസ് പ്ലാൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പ്ലാനാണ് ഗോൾഡ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡ് പ്ലാൻ എടുക്കുന്ന ആൾക്ക് ബേസിക് പ്ലാനിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 14 കവറേജസും കിട്ടും, പ്ലസ് അഡീഷണൽ ആയിട്ട് 4 കവറേജും കൂടെ കിട്ടും. ഈ 4 കവറേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ക്രിട്ടിക്കൽ കെയർ ബെനിഫിറ്റ്. അപ്പം നമ്മുടെ പോളിസിയിൽ ക്രിട്ടിക്കൽ ഇൽനെസ്സസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചെണ്ണത്തിന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പോളിസി പീരീഡിൽ നമ്മുടെ ഇൻഷുർഡിന് ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാണ്. അങ്ങനെയുള്ള കേസിൽ ഒരു ലംസം എമൗണ്ടാണ് നമ്മൾ പോളിസിയിൽ പേ ചെയ്യുന്നത്. 12 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് കണ്ടിന്യൂസ് കവറേജ് 12 months ഉണ്ടായതിന് ശേഷം ഈ പോളിസിയിൽ ഇൻഷുർഡിന് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് ഡയഗ്നോസ് ചെയ്യുന്ന കേസിൽ നമ്മളൊരു ലംസം എമൗണ്ട് പേ ചെയ്യാണ്. ഇത് സം ഇൻഷുർഡിനെ കുറയ്ക്കൂല. ഈ പേയ്മെൻറ്റ് സം ഇൻഷുർഡിനെ കുറയ്ക്കുന്നില്ല. ഇറ്റ്സ് എൻ അഡീഷൻ ടു സം ഇൻഷുർഡ്. അപ്പോൾ 5, 10, 15 ലക്ഷം സം ഇൻഷുർഡ് ഉള്ള ആൾക്ക് ക്രിട്ടിക്കൽ കെയർ ബെനിഫിറ്റ് ആയിട്ട് 1 ലക്ഷം രൂപയും, 25 ലക്ഷം സം ഇൻഷുർഡ് ഉള്ള ഒരാൾക്ക് 1,50,000, 50 lakh സം ഇൻഷുർഡ് ഉള്ള ആൾക്ക് 2,50,000 നമ്മുടെ പോളിസിയിൽ കൊടുക്കും. അടുത്തതാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ബെനിഫിറ്റ്. പേഴ്സണൽ ആക്സിഡൻറ്റ് ബെനിഫിറ്റും കൂടെ നമ്മുടെ ഗോൾഡ് പ്ലാനിൽ അവൈലബിൾ ആണ്. അതായത് പോളിസി പീരീഡിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ആ ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് 12 monthsനുള്ളിൽ ആൾക്ക് ഒരു ഡെത്തോ പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻറ്റോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഫുൾ സം ഇൻഷുർഡ് പേ ചെയ്യും. ഇത് 18നും 70 വയസ്സിനും ഇടയിലുള്ള ഇൻഷുർഡിന് മാത്രമാണ് ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. മൂന്നാമത്തെയാണ് എയർ ആംബുലൻസ് ചാർജസ്. അതായത് എയർ ലിഫ്റ്റിംഗ് വേണ്ടി വരുന്ന കേസസിൽ എയർ ആംബുലൻസ് ചാർജസും നമ്മുടെ ഗോൾഡ് പ്ലാനിൽ കവേർഡാണ്. 5, 10, 15 lakh സം ഇൻഷുർഡിന് 50,000 വരെയും, 25 lakh സം ഇൻഷുർഡിന് 75,000 വരെയും, 50 lakh സം ഇൻഷുർഡിന് 1 lakh വരെയാണ് പോളിസിയിൽ കവറേജ് കൊടുക്കുന്നത്. നാലാമത്തെയാണ് ഓട്ടോ ടോപ്പപ്പ്. ഓട്ടോ ടോപ്പപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സം ഇൻഷുർഡിൻ്റെ പോലെ തന്നെ ഇൻഡിവിജ്വൽ ബേസിസിൽ പോളിസി എടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഓട്ടോ ടോപ്പപ്പ് കവറേജ് ഉള്ളത്.
അതായത് നമ്മൾ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സം ഇൻഷുർഡിൽ എന്താ പറഞ്ഞത്, ഒരു അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ സം ഇൻഷുർഡ് എക്സോസ്റ്റ് ആയിപ്പോയി. ഇവിടെയും അത് തന്നെ, നമ്മുടെ സം ഇൻഷുർഡ് എക്സോസ്റ്റ് ആയിപ്പോയി. അവിടെ എന്താണ്, വേറെ ഒരു അസുഖത്തിനാണ് റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സം ഇൻഷുർഡ്. ഇപ്പോൾ ഈ സെയിം ഇൽനെസ് തന്നെയാണെങ്കിൽ എന്താണ്, ആ ടൈമിലാണ് ഈ ഓട്ടോ ടോപ്പപ്പ് വരിക. 10% ഓഫ് സം ഇൻഷുർഡ് വീണ്ടും നമുക്ക് തിരിച്ചു തരികയാണ് ഓട്ടോ ടോപ്പപ്പിൽ. അപ്പോൾ നമ്മുടെ സം ഇൻഷുർഡും എക്സോസ്റ്റായി, ക്യുമുലേറ്റീവ് ബോണസും എക്സോസ്റ്റായി, ഈ സെയിം അസുഖത്തിന് തന്നെ വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്ന കേസിൽ ഈ ഓട്ടോ ടോപ്പപ്പ് 10% ഓഫ് സം ഇൻഷുർഡ് തിരിച്ചു വരും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡേൺ ട്രീറ്റ്മെൻറ്റ്സിനും ഇത് അവൈലബിൾ അല്ല. അപ്പം ഈ 4 എണ്ണമാണ് ഗോൾഡ് പ്ലാനിൽ വരുന്നത്. ക്രിട്ടിക്കൽ കെയർ ബെനിഫിറ്റ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ബെനിഫിറ്റ്, എയർ ആംബുലൻസ് ചാർജസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓട്ടോ ടോപ്പപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഗോൾഡ് പ്ലാനിൽ വരുന്നുണ്ട്. അടുത്തതാണ് ഏറ്റവും വലിയ പ്ലാൻ, ദാറ്റ് ഈസ് പ്ലാറ്റിനം പ്ലാൻ. പ്ലാറ്റിനം പ്ലാനാണ് ഹയസ്റ്റ് കവറേജ്. പ്ലാറ്റിനം പ്ലാൻ എടുക്കണമെങ്കിൽ മിനിമം 2 പേര് വേണം, എന്നാൽ മാത്രമാണ് പ്ലാറ്റിനം പ്ലാൻ കൊടുക്കാൻ പറ്റുള്ളൂ. പ്ലാറ്റിനം പ്ലാനിൽ കൂടുതലും വരുന്നത് മെറ്റേണിറ്റി കവറേജ്, അതുപോലെ തന്നെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള കവറേജസ്, അതൊക്കെയാണ് വരുന്നത് പ്ലാറ്റിനം പ്ലാനിൽ. പ്ലാറ്റിനം പ്ലാനിൽ അഡീഷണൽ ആയിട്ട് 4 കവറേജും കൂടെ വരുന്നുണ്ട്. ആദ്യത്തെ മെറ്റേണിറ്റി കവർ. മെറ്റേണിറ്റി കവർ നിങ്ങൾക്കറിയാം, ഫോർ ചൈൽഡ് ബർത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 24 months കണ്ടിന്യൂസ് കവറേജ് ഉണ്ടായിരിക്കണം. 25,000 ഫോർ സിംഗിൾ ബേബിയും 37,500 ഫോർ ട്വിൻസാണ് നമ്മുടെ പോളിസിയിൽ കവറേജ് കൊടുക്കുന്നത്. ഇനി ഈ ലിമിറ്റ് പോരാന്നുണ്ടെങ്കിൽ അഡീഷണൽ പ്രീമിയം കൊടുത്തിട്ട് ഈ മെറ്റേണിറ്റി ലിമിറ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. 50,000 ആയിട്ടോ 75,000 ആയിട്ടോ 1 ലക്ഷം വരെയോ ഈ മെറ്റേണിറ്റി ലിമിറ്റ് എൻഹാൻസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ നമ്മുടെ പോളിസിയിൽ കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് കോമൺ ആണല്ലേ. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഈവൻ OPD ബേസിസിൽ വരെ നമ്മുടെ പോളിസിയിൽ കവേർഡാണ്. 24 months കണ്ടിന്യൂസ് കവറേജ് ഉണ്ടായിരിക്കണം. 5, 10, 15 lakhsന് 50,000 വരെയും, 25 lakhsന് 75,000 വരെയും, 50 lakhsന് 1 lakh വരെയും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് നമ്മുടെ പോളിസിയിൽ കവറേജ് ഉണ്ട്. മൂന്നാമത്തെയാണ് വെൽ ബേബി എക്സ്പെൻസസ്. കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ 24 months കണ്ടിന്യൂസ് കവറേജ് ഉള്ളവർക്കാണ് ഈ വെൽ ബേബി കവറും ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ന്യൂ ബോൺ ബേബി കവറേജിൽ നമ്മൾ പറഞ്ഞു പ്രീ ടേം പ്രീ മെച്യൂർ എക്സ്പെൻസസ് കവർ ചെയ്യില്ലാന്ന്. ഈ വെൽ ബേബി കവറിൽ ആ പ്രീ ടേം പ്രീ മെച്യൂർ എക്സ്പെൻസസ് ആണ് കവർ ചെയ്യണത്. അപ്പോൾ പ്രീ ടേം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു 32 months ജസ്റ്റേഷൻ പീരീഡിന് മുന്നേ ജനിക്കുന്ന കുട്ടികൾ, 32 ആഴ്ച, 32 months അല്ല 32 weeks, 32 ആഴ്ചയ്ക്ക് മുന്നേ ജനിക്കുന്ന കുട്ടികളാണ് പ്രീ മെച്യൂർ എന്ന് പറയുന്നത്. അവർക്ക് 24 hours ഹോസ്പിറ്റലൈസേഷനോട് കൂടെ നിയോനേറ്റൽ കെയർ കൊടുക്കേണ്ടി വരിക. അതാണ് ഈ പ്രീ മെച്യൂർ പ്രീ ടേം ബേബി കവറിൽ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 5, 10, 15 ലക്ഷം സം ഇൻഷുർഡ് ഉള്ളവർക്ക് 30,000 വരെയും, 25 ലക്ഷത്തിന് 40,000 വരെയും, 50 ലക്ഷത്തിന് 50,000 വരെയും കിട്ടും. പിന്നെ ഈ വെൽ ബേബി കവറിൽ തന്നെ വരുന്ന അടുത്തതാണ് വാക്സിനേഷൻ എക്സ്പെൻസസും കൂടെ കൊടുക്കും. കുട്ടിക്ക് 2 വയസ്സാവുന്ന വരെയുള്ള വാക്സിനേഷൻ എക്സ്പെൻസസ് 0.1% ഓഫ് സം ഇൻഷുർഡ് കവേർഡാണ്. നാലാമത്തെ കവറേജ് പ്ലാറ്റിനത്തിൽ വരുന്നതാണ് ബർത്ത് റൈറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതും 24 months കണ്ടിന്യൂസ് കവറേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബർത്ത് റൈറ്റ് ബെനിഫിറ്റും കിട്ടുക. അതായത് കുട്ടി ജനിക്കുന്ന സമയത്ത് അവർക്ക് ഓട്ടിസം അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് അപ്പോൾ നമ്മളൊരു ലംസം എമൗണ്ട് പേ ചെയ്യാണ് ഇൻ അഡീഷൻ ടു ദ സം ഇൻഷുർഡ്. 5 lakh, 10 lakh, 15 lakh സം ഇൻഷുർഡിന് 30,000ഉം, 25 lakh സം ഇൻഷുർഡിന് 40,000ഉം, 50 lakh സം ഇൻഷുർഡിന് 50,000ഉം ആണ് നമ്മുടെ പോളിസിയിൽ പ്രൊവൈഡ് ചെയ്യണത്. അപ്പം ഇങ്ങനെ ഒരു 4 അഡീഷണൽ എക്സ്പെൻസസ് ആണ്, അഡീഷണൽ കവറേജസ് ആണ് നമ്മുടെ പ്ലാറ്റിനം പ്ലാനിലുള്ളത്. പ്ലാറ്റിനം പ്ലാൻ കൊടുക്കാൻ മിനിമം 2 പേര് വേണം. 24 months കണ്ടിന്യൂസ് കവറേജോട് കൂടിയാണ് പ്ലാറ്റിനം പ്ലാന് അവൈലബിൾ ആയിട്ടുള്ളൂ. മെറ്റേണിറ്റി കവർ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, വെൽ ബേബി എക്സ്പെൻസസ്, പിന്നെ അതുപോലെ തന്നെ ബർത്ത് റൈറ്റ് ബെനിഫിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലാറ്റിനം പ്ലാനിലുള്ളത്. അങ്ങനെ ഒരു നല്ല എന്താ പറയുക, എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു പോളിസിയാണ് നമ്മുടെ യുവ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി.
ഇനി ഇതിൽ കുറച്ച് എന്താണ് എല്ലാ ഹോസ്പിറ്റലൈസേഷനും കവർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാത്തിലും എന്തുണ്ടായിരിക്കും, കുറച്ച് എക്സ്ക്ലൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, പ്രീ എക്സിസ്റ്റിംഗ് നേരത്തെ തന്നെ പോളിസി എടുക്കുന്നതിന് മുന്നേ തന്നെയുള്ള അസുഖങ്ങൾ, അതിന് ഒരു 24 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് നമ്മളോട് പോളിസി എടുക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യണം. പോളിസി എടുക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 24 months കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കവറേജ് ഉണ്ട്. അപ്പോൾ അതിനൊരു 24 months വെയിറ്റിംഗ് പീരീഡ് എടുക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് കവറേജ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ചില അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. 90 days വെയിറ്റിംഗ് പീരീഡ്, 12 months വെയിറ്റിംഗ് പീരീഡ്, 24 months വെയിറ്റിംഗ് പീരീഡ്. 90 days വെയിറ്റിംഗ് പീരീഡ് ഡയബറ്റിക്, പിന്നെ BP, അതിനൊക്കെയാണ് നമ്മൾ 90 days വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. 12 months വെയിറ്റിംഗ് പീരീഡ് ഒരുപാടുണ്ട്. ഹെർണിയ, അങ്ങനെ പൈൽസ്, അങ്ങനെ കുറച്ച് അസുഖങ്ങൾക്കൊക്കെ ഈ ബിനൈനായിട്ടുള്ള ട്യൂമേഴ്സ് അങ്ങനെയുള്ളതിനൊക്കെ 12 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 24 months വെയിറ്റിംഗ് പീരീഡ് ചില കാര്യങ്ങൾക്ക് പറയുന്നുണ്ട്, അതിന് വെയിറ്റിംഗ് പീരീഡ് ആണ്. പിന്നെ 30 days വെയിറ്റിംഗ് പീരീഡ്, അതായത് പോളിസി എടുത്തിട്ട് ആദ്യം 30 ദിവസത്തിനുള്ളിൽ വരുന്ന അസുഖങ്ങൾ കവേർഡ് ആയിരിക്കില്ല. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇവാലുവേഷൻ, അത് നിങ്ങൾക്കറിയാം. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇവാലുവേഷന് മാത്രമായിട്ട്, അതായത് കുറേ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി മാത്രമായിട്ട് ആശുപത്രിയിൽ പോയിട്ട് 24 hours ഹോസ്പിറ്റലൈസേഷൻ എടുത്ത് അഡ്മിറ്റായി ടെസ്റ്റുകൾ മാത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളിസിയിൽ അതിന് കവറേജ് ഇല്ല. റെസ്റ്റ്, ക്യൂർ ആൻഡ് റീഹാബിലിറ്റേഷൻ, ചില അസുഖങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു സപ്പോർട്ടോട് കൂടെ കുറച്ച് നാൾ റെസ്റ്റും കെയറൊക്കെ എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതൊന്നും നമ്മുടെ പോളിസിയിൽ കവേർഡ് അല്ല. ഒബിസിറ്റി ആൻഡ് വെയ്റ്റ് കൺട്രോൾ, ഒബിസിറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മുടെ പോളിസിയിൽ കവേർഡ് അല്ല. അതുപോലെ തന്നെ ജെൻഡർ ചേഞ്ച് ട്രീറ്റ്മെൻറ്റ്, അത് നമ്മുടെ പോളിസിയിൽ കവേർഡ് അല്ല. കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി ഒന്നും നമ്മുടെ പോളിസിയിൽ കവേർഡ് അല്ല. ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോളിസം, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമ്മുടെ പോളിസിയിൽ കവേർഡ് അല്ല. പിന്നെ കണ്ണിൻ്റെ പവർ <7.5 ആണ്, എന്നിട്ട് അത് കണ്ണട മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ലേസർ ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ പോളിസിയിൽ കവേർഡ് അല്ല. പിന്നെ അൺപ്രൂവൻ ആയിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റ്സും ഇന്ന് നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താലൊന്നും നമ്മുടെ പോളിസിയിൽ കവേർഡ് അല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യുവഭാരത് പോളിസിയിലെ കവറേജസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കുറച്ച് പോളിസി ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അതായത് ഈ പോളിസിയിൽ 2 പ്രീമിയമാണ് പറയുന്നത്. അതായത് സോൺ 1, സോൺ 2. സോൺ 1 എന്ന് പറഞ്ഞാൽ ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, സൂറത്ത്, വഡോദര, ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ സോൺ 1 പ്രീമിയം വേണം കൊടുക്കാനായിട്ട്. അതായത് നോർമലി ഇവിടെ റിസൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കുട്ടികൾ അവിടെയാണ് പഠിക്കണത്, അങ്ങനെയുള്ള കേസസിലൊക്കെ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗിവ് എ സോൺ 1 പ്രീമിയം. റെസ്റ്റ് ഓഫ് ഇന്ത്യ സോൺ 2 ആണ്. അപ്പോൾ കേരളത്തിൽ എന്നൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് സോൺ 2 പ്രീമിയം കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് സോൺ 2 പ്രീമിയം ആണ് എടുത്തത്, പക്ഷേ ഇയാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പോയിട്ട് ഡൽഹിയിലോ മുംബൈയിലോ ഒക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരികയാണെങ്കിൽ, അപ്പോൾ പ്രീമിയം സോൺ 1 ട്രീറ്റ്മെൻറ്റ് എടുക്കണേ. അങ്ങനെയുള്ള കേസിൽ 10% കോപ്പേ ഉണ്ടായിരിക്കും. കോപ്പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ എക്സ്പെൻസസ് നമുക്ക് വരുന്നത് അതിൻ്റെ 10% നമ്മൾ കയ്യിൽ നിന്ന് ഇടണം. നമ്മുടെ മോട്ടോർ പോളിസിയിലൊക്കെ എക്സസ് പറയില്ലേ, 1000 രൂപ 2000 രൂപയൊക്കെ എക്സസ് നമ്മുടെ മോട്ടോർ പോളിസിയിലില്ലേ, അതുപോലെ തന്നെ കോപ്പേ എന്ന് പറയും. ഹെൽത്തിൽ 10% നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ടുകളുണ്ട് ഹെൽത്ത് പാരാമീറ്റേഴ്സിന് വേണ്ടിയിട്ട്. ഇപ്പം ആളുടെ ബോഡി മാസ് ഇൻഡെക്സ്, ബോഡി വെയ്റ്റും ഹൈറ്റിൻ്റെയും ആ ഇൻഡെക്സ് 32 കുറവാണെങ്കിൽ 2.5% നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. ഡയബറ്റിക് അല്ലെങ്കിൽ 2.5% ഡിസ്കൗണ്ട് കൊടുക്കാം. BP ഇല്ലെങ്കിൽ 2.5% ഡിസ്കൗണ്ട് കൊടുക്കാം. കഴിഞ്ഞ 3 വർഷം ഹോസ്പിറ്റലൈസേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു ഫർദർ 2.5% ഡിസ്കൗണ്ട് കൊടുക്കാം. അങ്ങനെ മൊത്തം ഹെൽത്ത് പാരാമീറ്റേഴ്സിന് നമുക്ക് 10% ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഇതും പോരാഞ്ഞിട്ട് നമുക്കൊരു ലോയൽറ്റി ഡിസ്കൗണ്ടും കൂടി ഉണ്ട്. അതായത് കസ്റ്റമർ നമ്മുടെ ഒരു റീറ്റെയിൽ കസ്റ്റമറാണ്, ടാക്സ് കൂട്ടാതെ ഒരു 5000 rupees പ്രീമിയം നമുക്ക് ഓൾറെഡി പോളിസി ഉള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ ഒരു അഡീഷണൽ 2.5% ഡിസ്കൗണ്ടും കൂടെ നമുക്ക് ലോയൽറ്റി ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പോളിസിയിൽ ക്യുമുലേറ്റീവ് ബോണസ് ഉണ്ട്. ഓരോ ക്ലെയിം
ഫ്രീ പീരീഡിനും 10% വെച്ചിട്ട് മാക്സിമം 30% വരെ നമ്മുടെ പോളിസിയിൽ ക്യുമുലേറ്റീവ് ബോണസും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു 45 ഇയേഴ്സ് വരെ ഉള്ളവർക്കാണ് പോളിസി എടുക്കാൻ പറ്റാമെന്ന്. അപ്പോൾ 45 ഇയേഴ്സ് കഴിഞ്ഞാലും ലൈഫ് ടൈം റിന്യൂവലാണ്. നമ്മുടെ പോളിസി ലൈഫ് ടൈം റിന്യൂവലാണ്. കണ്ടിന്യൂസ് ആയിട്ട് റിന്യൂ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വേറെ വലിയൊരു ബെനിഫിറ്റ്, വലിയൊരു ഫീച്ചറാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മന്ത്ലി അതുപോലെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി നമ്മുടെ പോളിസിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എല്ലാ മെഡിക്ലെയിം പോളിസി പോലെ തന്നെ ഇതിനകത്ത് ഇൻകം ടാക്സ് ബെനിഫിറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യുവഭാരത് പോളിസീനെ പറ്റിയിട്ട് ഏറ്റവും നല്ലൊരു പോളിസിയാണ്. എല്ലാവരും ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കണം, മാർക്കറ്റ് ചെയ്യണം.